നമ്മൾ നല്ല മത്തങ്ങ ചെറുപയർ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് കറി. നല്ല ടേസ്റ്റാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. സാധാരണ വൻപയറും കൊണ്ട് എരിശ്ശേരി വെക്കാറുണ്ട്. അപ്പം നമുക്ക് ചെറുപയർ കൊണ്ട് ഇതെങ്ങനെ വെക്കാൻ പറ്റുമെന്ന് നോക്കാവേ. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തേക്കുന്നത്, അത് ഇതുപോലെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാവേ. നമുക്ക് കുക്കറിലേക്ക് പയറിട്ട് കൊടുക്കാം. പിന്നെ മത്തങ്ങ, ഇത് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം മതി. ഇത്ര വെള്ളം മതി. ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി ഇത് നമുക്ക് വേവിക്കാനായിട്ട്. ഇതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാവേ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് നോക്കാം. ഇതിന് അരപ്പിന് ആവശ്യമുള്ളത് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും തേങ്ങ. നമ്മൾ മത്തങ്ങയുടെയും പയറിൻ്റെ അനുസരിച്ച് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് തേങ്ങ എടുക്കണം കേട്ടോ. ഇത്ര തേങ്ങ എടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. കുറച്ച് ജീരകവും കേട്ടോ. ഇത്രയും മതി. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാവേ. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് കണ്ടോ, മത്തങ്ങയും പയർ നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാവേ. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിൻ്റെ അരപ്പിൻ്റെ പച്ചമണം മാറി ഇതുമായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണേ. പിള്ളേർക്കാണെങ്കിൽ വലിയവർക്കാണെങ്കിലൊക്കെ ഇഷ്ടമാവും ഈ കറി. സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന കറിയാണേ. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് ആദ്യം പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടും. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അതിട്ട് കൊടുക്കുക. കുറച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ. ഇത്രയും മതിയാവും. ഒന്ന് നമുക്കൊരു ചുമപ്പ് കളറൊക്കെ ആകുമ്പോൾ കറിയിലേക്കും ഒഴിക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കറിയിലോട്ട് നമുക്ക് ഒഴിക്കാവേ. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാവേ. അതിലെല്ലാം ഉണ്ട്. ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഒരുപാട് വെള്ളം വേണ്ട, ഇതേപോലെ മതിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.